ഇന്ന് ഞാൻ ചെറിയ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് അതിന് വളമിടാൻ വേണ്ടി പോയപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു കാര്യം പെട്ടെന്ന് മഴയായിട്ട് ശ്രദ്ധിക്കാൻ നിൽക്കുമായിരുന്നു. മഴയായതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് ആ ചട്ടിയിലൊക്കെ അങ്ങോട്ട് കാണിച്ചു വേണ്ട. ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വഴുതനത്തിൻ്റെയും തക്കാളിയുടെയും ഒക്കെ തൈയായിരുന്നു. വേറെ ഒന്നുമല്ല. അപ്പം എനിക്ക് ഈ കൃഷിയോട് നേരത്തെ തൊട്ടേ താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതൊന്നും വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇൻട്രസ്റ്റ് അങ്ങനെ ഇല്ലെന്നല്ല, ഉണ്ട്, എന്നാലും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചാനലുണ്ട്, രൂപ RK എന്നാണ്. അപ്പം ആളുടെ കൃഷിയുടെ ആ കൃഷിയും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. കൃഷി ചെയ്യണമെന്നുള്ള ഒരു ഇൻസ്പിറേഷനായി. അങ്ങനെ കൃഷിഭവനിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈയും കാര്യങ്ങളൊക്കെ, ഹൈബ്രിഡ് തൈയും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ കുറച്ച് ഇതുപോലുള്ള ബക്കറ്റ്, ചട്ടി, ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള ചട്ടികളൊക്കെ ആയിരുന്നു. അതിലൊക്കെ കുറച്ച് നട്ടു. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റ് ഇട്ടതിനകത്തുനിന്ന് കിളിച്ചത് മത്തനാണ് ഈ കിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തപ്പോൾ ഞാനൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. കിളിക്കുമെന്ന് അറിയത്തില്ല, കമ്പൊന്ന് കുത്തി വെച്ച് നോക്കിയതാണ്. കറിവേപ്പ് കിളിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അത് നട്ടിട്ട് ഞാനിങ്ങനെ വരുന്ന വഴിക്ക് എൻ്റെ കണ്ണിലൊരു പെട്ടെന്ന് എൻ്റെ കണ്ണിലൊരു ശ്രദ്ധ, ഒരു എടുത്തോട്ടൊരു ശ്രദ്ധ പോയി. ആ ശ്രദ്ധയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ നട്ട് വളർത്തിയൊരു ചെടി ഇത്രയും ഗ്യാസ് മുളക് കിളിക്കുമ്പോൾ എല്ലാം പഴുത്ത് നിൽക്കുക കേട്ടോ. പിന്നെ പച്ചയായിട്ടുള്ളതുണ്ട്, കണ്ടേ, കുറച്ച് പച്ചയായിട്ടൊക്കെ ഉള്ളതുണ്ട്. അല്ല, ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ഇത്രയും നമ്മൾ ഇഷ്ടം പോലെ കാന്താരി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ആ കാന്താരിയുടെ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ വേറെ വെച്ച് ഇങ്ങനെ നട്ടിട്ടുണ്ട്, അത് കിളിച്ചിട്ടില്ല. കിളിക്കുമ്പോഴത്തേക്ക് ഉള്ള വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വളം ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൃഷി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ബയോവിൻ ഒരു പദ്ധതിയിൽ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയുള്ള, ഇല്ലയോ, അടുക്കളയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെയുള്ള നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നും ഇടത്തില്ലായിരുന്നു. എനിക്കിത് കണ്ടിട്ട് അങ്ങ് സന്തോഷം. കാരണം നമ്മൾ വളർത്തിയ എണ്ണത്തിൽ ഇത്രയും മുളക് നിൽക്കുന്നത് കണ്ടപ്പോൾ പിച്ചാണ്. നമ്മുടെ ഫ്രണ്ട് യൂട്യൂബ് ചാനൽ ഉള്ള രൂപ RK എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഫ്രണ്ടുണ്ട്. ആ കൃഷിയുടെ വീഡിയോ ആണ് എനിക്ക് ഈ കൃഷിയിലോട്ട് ഇപ്പോൾ ഒന്ന് ഇറങ്ങാൻ ഒരു പ്രചോദനമായത്. നമ്മുടെ ഗ്യാസ് മുളക് ഇത്രയും ഇങ്ങനെ പഴുത്ത് ഇപ്പോൾ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി പച്ചയായിട്ടുള്ളതുണ്ട്, അതൊക്കെ നമുക്ക് പഴുക്കുമ്പോഴത്തേക്ക് പിടിക്കാം. ഞാൻ ആകെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. ഇന്ന് ഞാൻ ചെറിയ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിന് വളമിടാൻ വേണ്ടി പോയപ്പോഴാണ് എൻ്റെ കണ്ണിലൊരു കാര്യം പെട്ടെന്ന് മഴയായിട്ട് ശ്രദ്ധിക്കാൻ നിൽക്കുമായിരുന്നു. മഴയായതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കാൻ നിൽക്കുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പച്ചക്കറിയുടെ വേസ്റ്റ് കൊണ്ട് ആ ചട്ടിയിലൊക്കെ അങ്ങോട്ട് കാണിച്ചു വേണ്ട. ഞങ്ങൾക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ വഴുതനത്തിൻ്റെയും തക്കാളിയുടെയും ഒക്കെ തൈയായിരുന്നു. വേറെ ഒന്നുമല്ല. അപ്പം എനിക്ക് ഈ കൃഷിയോട് നേരത്തെ തൊട്ടേ താല്പര്യം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഇതൊന്നും വലിയ ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ഇൻട്രസ്റ്റ് അങ്ങനെ ഇല്ലെന്നല്ല, ഉണ്ട്, എന്നാലും വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ചാനലുണ്ട്, രൂപ RK എന്നാണ്. അപ്പം ആളുടെ കൃഷിയുടെ ആ കൃഷിയും മറ്റു കാര്യങ്ങളും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഭയങ്കര ഒരു ഇൻസ്പിറേഷനായി. കൃഷി ചെയ്യണമെന്നുള്ള ഒരു ഇൻസ്പിറേഷനായി. അങ്ങനെ കൃഷിഭവനിൽ നിന്ന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈയും കാര്യങ്ങളൊക്കെ, ഹൈബ്രിഡ് തൈയും കാര്യങ്ങളൊക്കെ കിട്ടി. അങ്ങനെ ഞാൻ കുറച്ച് ഇതുപോലുള്ള ബക്കറ്റ്, ചട്ടി, ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള ചട്ടികളൊക്കെ ആയിരുന്നു. അതിലൊക്കെ കുറച്ച് നട്ടു. അപ്പോൾ ഇത് നമ്മൾ വേസ്റ്റ് ഇട്ടതിനകത്തുനിന്ന് കിളിച്ചത് മത്തനാണ് ഈ കിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുറച്ച് കറിവേപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തപ്പോൾ ഞാനൊന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. കിളിക്കുമെന്ന് അറിയത്തില്ല, കമ്പൊന്ന് കുത്തി വെച്ച് നോക്കിയതാണ്. കറിവേപ്പ് കിളിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അത് നട്ടിട്ട് ഞാനിങ്ങനെ വരുന്ന വഴിക്ക്
എൻ്റെ കണ്ണിലൊരു പെട്ടെന്ന് എൻ്റെ കണ്ണിലൊരു ശ്രദ്ധ ഒരു എടുത്തോട്ടൊരു ശ്രദ്ധ പോയി. ആ ശ്രദ്ധയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടിട്ട് എനിക്കങ്ങ് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം നമ്മൾ നട്ട് വളർത്തിയൊരു ചെടി ഇത്രയും ഗ്യാസ് മുളക് കിളിക്കുമ്പോൾ എല്ലാം പഴുത്ത് നിൽക്കുക കേട്ടോ. പിന്നെ പച്ചയായിട്ടുള്ളതുണ്ട് കണ്ടേ, കുറച്ച് പച്ചയായിട്ടൊക്കെ ഉള്ളതുണ്ട്. എന്നാലും ഇതെല്ലാം കണ്ടപ്പോൾ ഒരു ഇത്രയും നമ്മൾ ഇഷ്ടം പോലെ കാന്താരി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ആ കാന്താരിയുടെ സീസൺ കഴിഞ്ഞപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ വേറെ വെച്ച് ഇങ്ങനെ നട്ടിട്ടുണ്ട്, അത് കിളിച്ചിട്ടില്ല. കിളിക്കുമ്പോഴത്തേക്ക് ഉള്ള വീഡിയോ ഒക്കെ നമ്മൾ കാണിക്കാം. ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ വളം ഇടുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൃഷി പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ബയോവിൻ ഒരു പദ്ധതിയിൽ നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഈ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയുള്ള ഇല്ലയോ, അടുക്കളയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയുള്ള കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തിരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നും ഇടത്തില്ലായിരുന്നു. എനിക്കിത് കണ്ടിട്ട് അങ്ങ് സന്തോഷം. കാരണം നമ്മൾ വളർത്തിയ എണ്ണത്തിൽ ഇത്രയും മുളക് നിൽക്കുന്ന കണ്ടപ്പോൾ പിച്ചാണ്. നമ്മുടെ ഫ്രണ്ട് യൂട്യൂബ് ചാനൽ ഉള്ള രൂപ ആർക്കെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഫ്രണ്ടുണ്ട്. അത് ആ കൃഷിയുടെ വീഡിയോ ആണ് എനിക്ക് ഈ കൃഷിയിലോട്ട് ഇപ്പോൾ ഒന്ന് ഇറങ്ങാൻ ഒരു പ്രചോദനമായത്. കണ്ടോ, നമ്മുടെ ഗ്യാസ് മുളക് ഇത്രയും ഇങ്ങനെ പഴുത്ത് ഇപ്പോൾ ഉള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി പച്ചയായിട്ടുള്ളതുണ്ട്, അതൊക്കെ നമുക്ക് പഴുക്കുമ്പോഴത്തേക്ക് പിടിക്കാം. ഞാൻ ആകെ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.